തവനൂരിൽ സ്ഥാപിച്ച പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കനക ഗോൾഡൻ ഡയമണ്ട്സ്, ഏഴൂർ റോഡ്, തിരൂർ. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. പാസ്പോർട്ട് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനായി എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി അനുസരിച്ചാണ് സെന്റർ ആരംഭിച്ചത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാസ്പോർട്ടിന്റെ വില വർധന എന്ന് പറയുന്നത് വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് അല്ലേ. നമുക്ക് 1950 കിട്ടിയിരുന്ന പച്ചക്കറിയുടെ വില എന്താണ്, ഇപ്പം എന്ത് കൊടുക്കണം അല്ലേ. അന്നത്തെ പച്ചക്കറിയുടെ മൂല്യം ഇന്നത്തെ പച്ചക്കറിക്കുണ്ടോ എന്നല്ല ചോദിക്കേണ്ടത്, എത്രമാത്രം മൂല്യ തകർച്ചയുണ്ട് എന്ന് ചോദിക്കണം അല്ലേ. ശ്രീ ഇ അഹമ്മദ് സാഹിബിൻ്റെ, സ്വർഗീയനായ ഇ അഹമ്മദ് സാഹിബിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞ ഈ പ്രസംഗം, ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കാൻ സാധിക്കും. 2011 മറ്റോ ആണ് അദ്ദേഹം പൊന്നാനി വരെ ഗുരുവായൂർ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന, റെയിൽവേ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പദ്ധതിയുമായി വന്ന് അദ്ദേഹത്തിൻ്റെ മുട്ടുകാല് തല്ലിയൊടിച്ചു. ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. അദ്ദേഹം മരിക്കുമ്പോൾ ആ കണ്ണീരോടുകൂടി തന്നെയാണ് മരിച്ചിരിക്കുന്നത്. അന്ന് ഫ്രീസ് ചെയ്ത് വെച്ച, 2014 മുമ്പ് ഫ്രീസ് ചെയ്ത ആ പ്രോജക്റ്റ് നിങ്ങളുടെ അയൽക്കാരൻ MP ഡീഫ്രീസ് ചെയ്യിച്ചിട്ടുണ്ട്. ആ പദ്ധതി ഇപ്പോൾ ഓപ്പണാണ്. അതിനുവേണ്ടി ജോയും ശ്രീ ആബദ് ഹുസൈൻ തങ്ങൾ അവർകളും അബൂബക്കറും നൗഷദലിയും എല്ലാം അതിനുവേണ്ടി ഇനി അഹോരാത്രം പണിയെടുക്കണം. ഇത് കായംകുളത്ത് നിന്ന് ഒരു ലൈൻ ആലപ്പുഴയ്ക്ക് തിരിഞ്ഞ് കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്തതുപോലെ ഒരു പാരലൽ ലൈൻ നമുക്ക് തിരൂർ, കുറ്റിപ്പുറം, തൃശ്ശൂർ അല്ലെങ്കിൽ ഷൊർണൂർ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് തിരൂർ, പൊന്നാനി, ഗുരുവായൂർ, ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന ലൈനിന് വേണ്ട ഡിസൈനും അതിൻ്റെ ഒരു ജോഗ്രാഫിക്കൽ ഏരിയ മാർക്ക് ചെയ്ത് ശ്രീ അശ്വിനി വൈഷ്ണവ് അവർക്ക് റെയിൽവേ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് തത്വത്തിൽ വളരെ വലിയ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് അത് സ്വീകരിച്ചിരിക്കുന്നത്. ബാക്കി ജോലി ഇനി നിങ്ങളുടേതാണ്. ഇവരത് ഓപ്പൺ ചെയ്ത് കേരള സർക്കാരിനെ കൊണ്ട് അതിനുള്ള സ്ഥലം വാങ്ങിച്ച് കൊടുത്തല്ലാതെ ഇവരെ ഇനി അടുപ്പിക്കരുത്. നിങ്ങൾ അത്രയും കൂടി ചെയ്യണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ശേഷം തവനൂർ കാർഷിക കോളേജിൽ നടന്ന പൊതുസമ്മേളനത്തിൽ അബ്ദുസമദ് സംദാനി MP മുഖ്യാതിഥിയായി. മലപ്പുറം പോലെ കൂടുതൽ ജനസംഖ്യയും പാസ്പോർട്ട് അപേക്ഷകരുമുള്ള ജില്ലയിൽ എളുപ്പത്തിൽ പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമാക്കാൻ ഇതുവഴി കഴിയുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. MLA മാരായ VS ജോയ്, KP നൌഷാദ് അലി, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ബിനോയ് ജോർജ്, കോഴിക്കോട് നോർത്തേൺ റീജിയൻ പോസ്റ്റൽ സർവീസ് ഡയറക്ടർ VB ഗണേഷ് കുമാർ, തവനൂർ പഞ്ചായത്ത് അധ്യക്ഷൻ അബൂബക്കർ സിദ്ദിഖ്, വാർഡ് മെമ്പർ PT ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ K അരുൺ മോഹൻ സ്വാഗതവും തിരൂർ പോസ്റ്റൽ ഡിവിഷൻ സൂപ്രണ്ട് MK ഇന്ദിര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.